അല്ല ഗൈസേ, വാവാ സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഗൈസ്. അപ്പോൾ വാവാ സുരേഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ലൈഫിൽ ഏത് സമയം മരണപ്പെട്ടേക്കാം, എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികൾ ഈ 8 പേരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മരണമൊഴി എന്നുള്ള രീതിയിൽ ഒരു സംഗതി കുറച്ച് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഗതിയൊക്കെ മൂപ്പരിങ്ങനെ പറയുന്നുണ്ട്. 2-3 ഇൻ്റർവ്യൂസ് ഈ ഒരു 2 ആഴ്ചയുടെ ടൈമിൽ വാവ സുരേഷിൻ്റെ വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് വാവ സുരേഷിൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, എന്താണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെയാണ്. വാവ സുരേഷിന് പത്മശ്രീ കിട്ടും എന്നുള്ള ലെവലിൽ അങ്ങനെ 2-3 വട്ടം വന്നിട്ടും അവസാന നിമിഷത്തിൽ അത് മാറിപ്പോകും. ആ സമയമാകുമ്പോഴേക്കും മൂപ്പർക്കെതിരെ കള്ളക്കേസുകൾ വരും. അപ്പോൾ പിന്നെ പത്മശ്രീ സാധനമൊക്കെ അങ്ങനെ മിസ്സായിട്ട് അങ്ങനെ പോകുമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. അതേപോലെ വാവ സുരേഷിന് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 50 ലക്ഷത്തിൽ കൂടുതൽ കടം ഇപ്പോൾ ഉണ്ട്. മുമ്പ് 1.5 കോടി എന്തുണ്ടായിരുന്നു. മൂപ്പര് ഒരുപാട് ചാരിറ്റി സംഗതികൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മൂപ്പര് പലിശയ്ക്ക് എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെ കടം വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൂപ്പരെ അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, പൊതുസമൂഹം പലപ്പോഴും എന്താ വെച്ചാൽ ഒരു പാമ്പ് പിടുത്തക്കാരൻ എന്ന ലെവലിൽ മാത്രമാണ് മൂപ്പരെ കാണുന്നത്. മൂപ്പരെ അറപ്പോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. മൂപ്പര് അതായത് മൂപ്പര് ഒരു പാമ്പ് പിടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് മൂപ്പര് ചുമ്മാ അവിടെ ഒരു പാമ്പ് അവിടെ കിടക്കണം, ആ പാമ്പിനെ പിടിക്കുക അങ്ങനെയുള്ള സംഗതി അല്ലല്ലോ വാവ സുരേഷിൻ്റെ. വാവ സുരേഷിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഒരു മതിൽ പൊളിക്കേണ്ടൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ മൂപ്പര് ഒറ്റയ്ക്കാണ് ഈ മതിൽ പൊളിയും പരിപാടിയൊക്കെ ചെയ്യുക. അപ്പോൾ രാത്രി പകലൊന്നും ഇല്ലാണ്ട് ഉറക്കമൊന്നും ഇല്ലാണ്ടായിരിക്കും പലപ്പോഴും മൂപ്പര് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഹെൽപ്പറൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നിട്ടും അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു പാമ്പ് പിടുത്തക്കാരനാണ് വരണമെങ്കിൽ അവർ 5000 10,000 എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങും, ഇത്ര രൂപ വേണമെന്നൊക്കെ. പാവ സുരേഷ് 300 രൂപ, അല്ലെങ്കിൽ പലപ്പോഴും പൈസയൊന്നും കിട്ടൂല, അങ്ങനെ ഒരു ലെവലിലാണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ, ഇത് പോകുന്ന സമയത്ത് മൂപ്പർക്ക് 2000 രൂപ 2500 രൂപയൊക്കെ വണ്ടി പൈസ ചിലവ് മാത്രമായിട്ട് അവിടെ എത്താനുള്ള പൈസ ഉണ്ടായിരിക്കും. പക്ഷേ പൈസ ഒന്നും തിരിച്ച് കിട്ടുന്നില്ലായിരിക്കും. കാരണം വാവു സുരേഷ് വളരെ പാഷനേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് ഒരു സർവീസ് എന്നുള്ള രീതിയിലാണ് പാമ്പ് പിടുത്തത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് ജീവിക്കാൻ വളരെ പാടാണ്. കാരണം മൂപ്പരെ തൊഴിൽ എന്ന് പറയുന്നത് ഇതാണ്. മൂപ്പര് മുമ്പേ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ടാണ് പാമ്പ് പിടുത്തത്തിലേക്ക് വന്ന് ഒരുപാട് കോൾസ് വരലുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും നട്ടപ്പാതിരക്ക് കോളുകൾ വരലുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലല്ല മൂപ്പര് താമസം. അതായത് വീട്ടിൽ അസുഖബാധിതയായ അമ്മയും അതേപോലെ സഹോദരിയാണുള്ളത്. മൂപ്പര് പറയുന്നത് വെച്ചാൽ രാത്രി സമയത്ത് കോളൊക്കെ വരുമ്പോൾ ഇറങ്ങി പോകുമ്പോഴൊക്കെയുള്ള വിഷയങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. ഇപ്പോൾ ലോഡ്ജിലാണ് മൂപ്പര് താമസം. അപ്പോൾ മൂപ്പര് പുറത്തൊക്കെ പോയിട്ട് രാത്രി വരുന്ന സമയത്ത് അവിടെ നായ വളർത്തുന്നുണ്ട്. ഇവർ മരുന്നൊക്കെ കഴിച്ചിട്ടാവും രാത്രി കിടക്കുന്നുണ്ടായിരിക്കുക, അമ്മയും പെങ്ങളും. അപ്പോൾ രാത്രി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ നായ കുരയ്ക്കും. നായ കുരയ്ക്കുന്ന സമയത്ത് കറണ്ടും പോകും. നായ കുരയ്ക്കുന്ന സമയത്തുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ചു, ഒരു 10-50 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ, ആൾക്ക് സ്വന്തമായിട്ടൊരു ലൈഫും പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ മൂപ്പര് ഇങ്ങനെ കടബാധ്യതയും സംഭവങ്ങളും ബുദ്ധിമുട്ടുകളായിട്ട് ജീവിച്ചുകൊണ്ട് പോവുക. മൂപ്പര് ഒരു പത്മശ്രീ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കിട്ടിയിട്ടും കൂടുതൽ ആളുകളൊക്കെ പാര പണിയണം, ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ പാര പണിയണം. മൂപ്പര് ലോകത്തിലാദ്യമായിട്ട് ആർമിക്കും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത മനുഷ്യനാണ് വാവ സുരേഷ്. ഇത് ഇവർക്ക് പിടിക്കൂല. അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കും ഗൈസ്. പക്ഷേ സാധാരണക്കാരൻ്റെ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. സാധാരണക്കാരൻ എല്ലാവരുടെയും അല്ല, മഞ്ചപ്പറ്റുള്ള ആളുകളുടെ. ഇപ്പോൾ വാവ സുരേഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരുപാട് കുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു, കള്ളക്കേസുകൾ വരുന്നുണ്ടായിരുന്നു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഫീൽഡിലുള്ള സംഭവമാണ് കേസ്. ഇത് വാവ സുരേഷ് കാശ് വാങ്ങാണ്ട് ഒരു സേവനമായിട്ട് ഇത് ചെയ്യുന്നിടത്താണ് വാവ സുരേഷിൻ എന്താ പറയുക, വേറിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ മൂപ്പരുടെ ജീവിതത്തിൽ ഇത് വളരെ ഫ്ലോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 500 രൂപ ഒരു ടീം തരികയാണ് വിചാരിക്കുക, പാമ്പ് പിടിച്ച നാട്ടിൽ തരികയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ അങ്ങനെ തരുന്ന സമയത്ത് കയ്യിൽ ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു, വല്ല പിച്ചിട്ട് കൊടുക്കണ മാതിരി. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മൂപ്പര് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പര് ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ആളുകൾ, അതായത് മതിലിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഗതി, മൂപ്പര് ചെറുപ്പം മുതലേ പട്ടിണി കിടന്നുള്ളൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പര് ഇതിനിടയ്ക്ക് 2 ദിവസം ഭക്ഷണം കഴിക്കാനൊന്നും കയ്യിൽ പൈസയൊന്നും ഇല്ലാത്ത ഒരവസ്ഥ നിൽക്കുന്ന സമയത്ത് മൂപ്പര് എന്ത് ചെയ്തു, 2 ദിവസം മിനറൽ വാട്ടറിൻ്റെ വെള്ളം മാത്രം കുടിച്ചിട്ട് 2 ദിവസം റൂമിലിരുന്നു എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട് സംഭവം.
അപ്പോൾ മൂപ്പര് ഒരു സ്ഥലത്ത് മതിൽ പൊളിച്ചിരിക്കുന്ന സമയത്ത്, മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഏറ്റവും അവസാനം വെയ്യാണ്ടായ സമയത്ത് ഒരു ഹെൽപ്പറേയും കൂടി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു കല്ല് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട്, താഴെ കയറ് കെട്ടിയിട്ട് കല്ല് മുകളിലേക്ക് കയറ്റാനുള്ള ഒരവസ്ഥയിൽ റോഡ് സൈഡ്. അപ്പോൾ മറ്റേ ചെങ്ങായി ആ കയറിൻ്റെ മുകളിലാണ് തൂങ്ങിയപ്പോൾ കല്ലും കയറും എല്ലാം കൂടി വാവ താഴെ ഉണ്ടായിരുന്ന കുഴിയിലുണ്ടായിരുന്ന വാവ സുരേഷിൻ്റെ മുതുകത്ത് വീണ് അവിടെ സ്ക്രാച്ചായി, എല്ല് പൊട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്പൈനൽ കോഡിന് അങ്ങനെ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. കൈ മൂപ്പർക്ക് ഇത് മടക്കാൻ വയ്യ. അപ്പോൾ മറ്റു ജോലികൾ ചെയ്യുമ്പോഴൊക്കെ വിഷയമുണ്ട്. ഒരു വിരലറ്റുപോയ പോലെയാണ് ഇവിടെ സംഭവം. പാമ്പ് കടിയേറ്റിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ മൂപ്പര് വേണ്ടത്ര റെസ്റ്റ് എടുക്കാണ്ട് 2 ദിവസമൊക്കെ മാത്രമാണ്, 1.5 ദിവസം 2 ദിവസമൊക്കെ മാത്രമാണ് ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുക്കുന്നത്. എന്നിട്ടാണ് മൂപ്പര് വീണ്ടും ഈ പണിക്കിറങ്ങുന്നത്. അതിന് സാമ്പത്തികമായിട്ട് ഒരു റിട്ടേൺ മൂപ്പര് കിട്ടുന്നില്ല. അപ്പോൾ മൂപ്പര് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഈ ഒരു മേഖലയിലുള്ള സംഭവങ്ങൾ. മൂപ്പർക്ക് ഒരുപാട് പേര് പാര വയ്ക്കുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക, ആ ജനങ്ങളെ മൊത്തം എനിക്കെതിരെ തിരിക്കുന്നുണ്ട്. അതേപോലെ മറ്റേ ഉത്തര കേസിലെ പാമ്പിനെ കൊണ്ട് കൊല്ലിപ്പിച്ചത്, അതിൻ്റെ സാക്ഷിയാണ് മൂപ്പര്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിക്കാം, ആൾക്കാർ വന്ന് കൊല്ലാം എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ വാവ സുരേഷ് പറയുന്നുണ്ട് കേസ്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോഴേ ഞാൻ ആലോചിച്ചു, ഒരു മനുഷ്യൻ അയാൾ പറയുന്നുണ്ട് ഉറക്കമില്ല, രാത്രി 4:30ക്ക് എന്താണ് ഉറങ്ങിയത്, 5:15 ആകുമ്പോഴേക്ക് എണീക്കും ചെയ്യുന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിലാണ് മൂപ്പര് ലൈഫ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പരെ സപ്പോർട്ട് ചെയ്യാൻ ഈ കേരള സമൂഹം മൊത്തം ഉണ്ട്. മൂപ്പര് എപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ ജീവിത രീതിയിലേക്ക് മാത്രം പോയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് അപ്പുറത്തേക്ക് ഒരു സ്കോപ്പ് ഉണ്ടാവണമെന്നില്ല. ലൈഫ് സെറ്റാക്കി എടുക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് സ്കോപ്പ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആളുകൾ എല്ലാ കാലത്തും ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഒരു സേവനമായ രീതിയിലും കൂടി ഇതിനെ എടുക്കുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി വാവ സുരേഷിനുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദുരന്തമായിരിക്കും ലൈഫ്, വളരെ ദുരന്തമായിരിക്കും. അപ്പോൾ വാവ സുരേഷ് ദുരന്തത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോഹിദാസിൻ്റെ കാര്യം എടുത്തൊക്കെ, ഒരു സിനിമേനെ അത്രയും പാഷനായിട്ട് എടുത്തുള്ള ഒരു മനുഷ്യനാണ് ലോഹിദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ മൂപ്പരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫീൽഡിൽ, നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫീൽഡിൽ നമ്മൾ കേമനാവാൻ ശ്രമിക്കുക എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ സംഭവം അതിൻ്റെ കൂടെ തന്നെ കാശ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലെവലിൽ പോകുന്ന കുറേ ടീംസ് ഉണ്ട്. ഫേമസ് ആവുക, പട്ടി ഷോ കാണിക്കുന്ന രീതിയിലൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ വിഷയം എന്താ, അങ്ങനെ ആവാൻ പറ്റും. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ചില ആളുകൾ, റെയറായിട്ടുള്ള ചില ആളുകൾ ആ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിനെ ഒരു നോബിളായ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനൊക്കെ ശ്രമങ്ങൾ നടത്തും. പക്ഷേ ഇവർ ലൈഫ് കളഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷണലായിട്ടുള്ള ഒരു മനുഷ്യനാണ് വാവ സുരേഷ്. വാവ സുരേഷ് പറയുന്നൊരു കാര്യമുണ്ട്. വാവ സുരേഷ് ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ബാത്റൂമിലെ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തുനിന്ന് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പിൽ വെള്ളം കൊണ്ടുവന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ കറണ്ട് പോയി കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്രൂരമായ അനുഭവങ്ങളിലൂടെ, ടെൻഷൻസിലൂടെ, സങ്കടങ്ങളിലൂടെയാണ് വാവ സുരേഷ് പോയേണ്ടിയിരിക്കുന്നത്. വാവ സുരേഷിൻ്റെ ഇൻ്റർവ്യൂവിൽ ആ ആങ്കർ മൂപ്പരിങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു സംഭവമുണ്ട് കേസ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സ് നിറച്ചു. എന്തായാലും വാവ സുരേഷ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ ഭയങ്കര ഇൻസ്പിറേഷനാണ്. പക്ഷേ ആളുടെ പേഴ്സണൽ ലൈഫിൽ മൂപ്പർക്ക് വീട്ടുകാർ കൂടെ ഇല്ല, സുഹൃത്തുക്കൾ കൂടെ ഇല്ല, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട വീക്കറാണ്, കയ്യിലാണ് കാശില്ല, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മൂപ്പർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ മൂപ്പരെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യും, ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന കേസ്. ഒരു അസുഖം പിടിച്ച് കടന്നുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് കാര്യം തിരിഞ്ഞു നോക്കില്ല കേസ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വാവ സുരേഷിൻ്റെ ഇനിയുള്ള ലൈഫെങ്കിലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേസ്. അപ്പോൾ ഞാനൊരു സമയത്ത് ഇങ്ങനെയുള്ള വാവ സുരേഷ് ആയിക്കോട്ടെ, അതേപോലെ എന്താണ് മൂപ്പരുടെ പേരെന്താണ്, ഞാൻ കുറച്ച് മുമ്പ് ലോഹിദാസ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുകയാണ് കേസ്. നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനും വടംവലി ലൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് കാശ് ചോദിച്ചു വാങ്ങാൻ എനിക്ക് സാമർത്ഥ്യമില്ല കേസ്. അപ്പോൾ ഈ ഇതിലൊക്കെ 5,000 10,000 എന്നൊക്കെ പറഞ്ഞിട്ട് 20,000 എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ എണ്ണി വാങ്ങുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിത് ചോദിച്ചു വാങ്ങാൻ അറിയില്ല. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ പണി ഒഴിവാക്കിയിട്ട് ഈ മേഖലയ്ക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എന്താ വെച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ 5ൻ്റെ പൈസ നമുക്ക് ആ കോർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ താല്പര്യത്തിൻ്റെ പുറത്താവും ചെയ്യുന്നത്. നമ്മൾ അവഹേളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. അത് നമ്മുടെ വർക്കിനെ ബാധിക്കും, കോൺഫിഡൻസിനെ ബാധിക്കും. നമ്മൾ എന്തിനാണ് അവിടെ പോയത്, ലൈവ് ചെയ്യാനല്ല, അത് ചിലപ്പോൾ കൊളായി പോകും. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അത് നമ്മുടേതായ പ്രശ്നങ്ങളാണ്, പ്രൊഫഷണൽ കോമ്പിറ്റൻസി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മളൊരു പ്രൊഫഷൻ മാത്രമായിട്ടല്ല ഇതിനെടുക്കുന്നത്. ഇതൊരു ക്രേസിൻ്റെ ഒരു സംഭവമാണ്. ഈ ഒരു ഫീൽഡ് ഒരു സർവീസ് എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മേഖലയിൽ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ കൂടി ഇതിനെ കാണും. എന്താ വെച്ചാൽ പല ആളുകൾ ഇത് മുതലെടുക്കും.
അപ്പോൾ നമുക്ക് ഇപ്പുറത്തുനിന്ന് വേറെ ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 5000 രൂപയ്ക്കും 10,000 രൂപയ്ക്കായിരിക്കും അവർ ആളെ വിളിക്കുന്നുണ്ടാവുക. നമ്മളെ വിളിക്കുന്ന സമയത്ത് റേറ്റ് ഇത്ര വെക്കുന്ന സമയത്ത് നല്ല കേട്ടോ ഞാൻ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അതിന് ഇറങ്ങി നമ്മളങ്ങനെ പറഞ്ഞു വിചാരിക്കുക. അതോടുകൂടി ഇവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് അപ്പോൾ വില കുറയ്ക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയം ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വാവ സുരേഷിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ കാര്യങ്ങളിൽ കണക്റ്റ് ആയ പോലെ തോന്നി ഗൈസ്. കാശുണ്ടാക്കാൻ പഠിക്കണം. അതായത് ഒരു മേഖലയിൽ നമ്മൾ അടിപൊളിയാവുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അതിൽ നിന്ന് ജീവിക്കാനുള്ള ഇൻകം ഉണ്ടാക്കാൻ സാധിച്ച ഒരാൾ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ സിനിമ ആയിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, പാമ്പ് പിടുത്തമായിക്കോട്ടെ, വടംവലി ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിട്ട് ആരായിക്കോട്ടെ. അത് ഇവിടെയൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലുള്ള മെസ്സിനെ പോലുള്ള ആളുകൾ ആ ഒരു വൈബും കൂടി നമുക്ക് വേണ്ടി തോന്നണം. ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് പഞ്ചപാവമായിട്ട് എന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു വിലയുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ദുരിതം കഷ്ടപ്പാട് അതുങ്ങളും പരിക്കുകളും ഒക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിലുണ്ടാവുക. ഇപ്പോൾ വാവ സുരേഷിന് ഇടയ്ക്കിടയ്ക്ക് പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഏപ്രിൽ കല്യാണമാണ് മകളുടെ, ഒരു വഴിയില്ല, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് മൂപ്പര് കടം വാങ്ങിയിട്ടാണ് മൂപ്പര് ആ ചാരിറ്റി അല്ല ആ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മൂപ്പര് പേഴ്സണലി അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഫണ്ട് റേസ് ചെയ്തിട്ട് ഇപ്പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ നുണ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഇട്ട് ഇതിന് മാറ്റും കേസ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ മൂപ്പർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് എന്താ വെച്ചാൽ ആളുകൾക്ക് കാര്യങ്ങൾ കുറേ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാവണമെന്നില്ല. ചില സമയത്ത് ടെൻഷൻ അടിച്ചിട്ടേ ആകെ കയ്യിൽ നിന്ന് വഹിക്കണ സമയത്ത് ഈ പൊതുസമൂഹം തന്നെ തിരിഞ്ഞു കുത്താനുള്ള സാധ്യതയുണ്ട് കേസ്. കാരണം ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് ആളുകൾ വിശ്വസിക്കുള്ളൂ. അതല്ലാണ്ടുള്ള നമ്മുടെ സ്ട്രഗിൾസ് ആളുകൾ അറിയണമെന്നില്ല. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട് മൂപ്പര് അതിൽ ഒരുപാട് കാശുള്ള സമയത്ത് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫിൽ മൊത്തത്തിൽ പോയി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ആരുമില്ല എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട് കേസ്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചോളം വാവ സുരേഷ് എന്ന് പറയുന്നത് മുത്തുമണിയാണ്. വാവ സുരേഷിനെ സ്റ്റീവ് ഇർവിൻ, കേരളത്തിൻ്റെ സ്റ്റീവ് ഇർവിൻ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വേറെ ആളായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. എന്തായാലും വാവ സുരേഷിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒരു ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും വാവ സുരേഷ് മുത്തുമണിയാണ് കേസ്.